ഹായ് ഹലോ പിള്ളേർക്ക് നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ശരണിയാണ്. ഇന്നൊരു കുഞ്ഞൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പം കുഞ്ഞൻ വന്നതിന് ശേഷമുള്ളൊരു വ്ളോഗാണ് കേട്ടോ. എനിക്കിന്ന് സ്പെഷ്യൽ ഐറ്റം ഒരെണ്ണം ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പം ഞാനും കൂടെ വന്നിട്ടുണ്ട്. കാരണം ഇത് നശിപ്പിച്ചെങ്ങാനും വെച്ചാൽ പിന്നെ ആകെ പണിയാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒരു ഇൻസ്റ്റയിലെങ്ങാണ്ട് ഒരു വീഡിയോ കണ്ടതാട്ടോ, ബ്രെഡ് വെച്ചിട്ടൊരു സ്പെഷ്യൽ ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തോ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞിട്ട് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഇന്ന് രാത്രി നമുക്ക് വേറൊന്നും ഉണ്ടാക്കണ്ട, ഇത് ലൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്നും പറഞ്ഞ് അത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു പഞ്ചസാര നമുക്ക് ആവശ്യത്തിന് വേണം, പിന്നെ ഏലക്കയോ ഇല്ലെങ്കിൽ വാനില എസൻസോ മതി ഒരു ഫ്ലേവറിന് വേണ്ടി. അപ്പോൾ ഏലക്കയാണ് നമ്മൾ എടുത്തത്. അത് പൊടിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തപ്പോഴേ ഇതാ ഇങ്ങനെ പുക ഉറക്കുമായിരുന്നു കേട്ടോ. ഈ പഞ്ചസാര നല്ല രീതിയിൽ അങ്ങ് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെയാണ് ഈ ഒരു പുക പോലെ ഇങ്ങനെ വരുന്നത്. നല്ലപോലെ വീഡിയോയിൽ കാണാൻ പറ്റും. അതിൻ്റെ 2 ഗ്ലാസ് പാലിനകത്ത് ഈ പൊടിച്ച പഞ്ചസാരയും ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് മധുരത്തിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ആ പഞ്ചസാര പിന്നെ ഞങ്ങൾ ഏലക്കകത്ത് ഇട്ടങ്ങ് പൊടിച്ചതേ ഉള്ളൂ. നമ്മൾ ഏലക്ക 2-3 ഇട്ട് പൊടിച്ചാൽ എന്തായാലും പൊടിയത്തില്ലല്ലോ. പഞ്ചസാരയും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അതുകൊണ്ട് അങ്ങനെ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതൊന്ന് കലക്കി വെച്ചിട്ട് പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ബട്ടർ ഇട്ടിട്ട് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ട് ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾക്ക് 2നും കൂടെ ആണ്, അതുകൊണ്ടാണ് 4 എടുത്തേക്കുന്നത്. അങ്ങനെ അതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് അതിനകത്ത് ബട്ടർ ആയതിന് ശേഷം ഒന്ന് തിരിച്ചിടണം കേട്ടോ. ഒരു സൈഡ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വരുമ്പം തിരിച്ചിടണം. ഇത് ഇച്ചിരി ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് സൈഡ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ബട്ടർ ഇട്ടിട്ട് ഒന്നും കൂടെ അതിനകത്തെല്ലാം നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നീട് നമ്മൾ തിരിച്ച് ഇപ്പുറത്തെ സൈഡ് ഒന്ന് വേണമല്ലോ, അതിന് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം പിന്നീട് കുറേശ്ശെ നമ്മൾ കലക്കി വെച്ചില്ലേ പഞ്ചസാരയും ഏലക്കയും പാലും കൂടെ, അത് ആ ഒരു മിക്സ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. ഈ കുഞ്ഞ് നശിപ്പിച്ചെന്ന് വേണം പറയാൻ. പാലൊക്കെ എടുത്തങ്ങ് കമഴ്ത്തുമായിരുന്നു. അത്രയും പാലൊന്നും ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് തിരിച്ചിടുമ്പോഴത്തേക്ക് നമ്മൾ ഈ പാത്രം വെച്ചെടുക്കുകയാണെങ്കിൽ എളുപ്പമാണ്. അങ്ങനെ തിരിച്ചിട്ടിട്ട് പിന്നെയും ബാക്കിയുള്ള പാല് കുറച്ച് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ നടുക്ക് ഭാഗമൊക്കെ ഈ കുഞ്ഞിനെ കുത്തി കിഴിച്ച് വെച്ച് ആകെ ഒരു കുളം പരിപാടി ആക്കി വെച്ചെന്ന് വേണം പറയാൻ. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ നല്ല വഴക്കായി കേട്ടോ. ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല ചെയ്യുന്നത്, അങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ ആൾക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്നെ വഴക്ക് പറഞ്ഞ അവസാനം ഞാൻ പറഞ്ഞു നിങ്ങളുടെ പാട്ടിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ പോകാമെന്നും പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. എന്നിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ട് ഞാൻ തിരിച്ചും വന്നപ്പോൾ ഇവിടെ ഒരാൾ കുളമായി പോയാലോ എന്താകുമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അവസാനം പിന്നീട് ഞാൻ വന്നിട്ട് അതൊന്നും കൂടെ തിരിച്ചിട്ട് കൊടുത്തു. തിരിച്ചല്ല, അതിൽ നിന്ന് എടുത്തു. പാലിൻ്റെ മേളമാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ലപോലെ ഇങ്ങനെ ഇങ്ങനെ തുളുന്നിരിക്കും. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഈ പുഡിങ് കഴിക്കുന്നതിൻ്റെ ഒരു ഫീലാണ് തോന്നിയത്. അങ്ങനെ പിന്നെ പറഞ്ഞു എന്നാൽ നമുക്ക് ചായയും കൂടി ഇട്ടിട്ട് അങ്ങ് പോകാമെന്ന് പറഞ്ഞിട്ട് ബാക്കി പാല് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ കലക്കാൻ എടുത്തത്, അത്രയും പാലിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ അപ്പോഴേ കുഞ്ഞിനോട് പറഞ്ഞാണ് ഇത്രയും പാല് വേണ്ടാന്ന്. അങ്ങനെ പിന്നെ ആ പാലെടുത്ത് നമ്മൾ ബാക്കിയും കൂടെ കുറച്ചും കൂടെ പാലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ അതിനകത്ത് ചായ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് മെയിൻ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഈ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ. നമ്മുടെ കയ്യിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു. അത് വെച്ചാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നോക്കുകയാണ്. മേളിൽ അതും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ അത് നല്ല കട്ടിയായിപ്പോയി. മേടിച്ചിട്ട് കുറേ ദിവസമായി. അങ്ങനെ അത് അങ്ങോട്ടൊക്കെ ആക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ചായ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ ഒഴിച്ചിട്ട് പിന്നെ കഴിക്കാൻ പോയി. കുഞ്ഞൻ പറഞ്ഞു നമുക്ക് ഫോർക്ക് വെച്ചാണ് ഈ സംഭവം കഴിക്കുന്നതെന്ന്. പക്ഷേ എനിക്ക് ഫോർക്ക് വെച്ച് എടുത്തിട്ട് എനിക്കത് വന്നില്ല. കാരണം നല്ല ഈ പുഡിങ് ഇരിക്കുന്ന എങ്ങനെ അതേപോലെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കുമായിരുന്നു. ആദ്യം എനിക്ക് കഴിച്ചപ്പോഴത്തേക്ക് ഇതെന്ത് സാധനമാണ് എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അനങ്ങാതിരുന്നു. പിന്നീട് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അത് ഇരുന്ന് കഴിച്ചു കേട്ടോ. ആദ്യം എനിക്ക് കരിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്, ഇച്ചിരി ഒന്ന് കളറങ്ങ് ഡാർക്കായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു ഇതായിട്ട് തോന്നി. പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു മിൽക്ക് മെയ്ഡൊക്കെ അതിൻ്റെ മുകളിലൊഴിച്ച് അതിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് ആയപ്പോൾ ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചെറിയൊന്ന് ആ ബ്രെഡൊന്ന് കുറച്ചും കൂടെ ഒന്ന് കരിഞ്ഞു പോയിൻ്റെ ആ ഒരു ടേസ്റ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പക്ഷെ കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, നീ ആദ്യം കൊള്ളത്തില്ലെന്നല്ലേ പറഞ്ഞു, പക്ഷേ സാധനം കൊള്ളാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അപ്പം മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും. കാരണം അങ്ങനെ സംഭവമാണ്. ഇതിന് നമുക്കൊന്നും കൂടെ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ നല്ലപോലെ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് നമ്മൾ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഒന്ന് നൈസായിട്ടത് ചീറ്റിപ്പോയി. എന്നാലും പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ബാക്കി ബ്രെഡും കൂടി ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ആ ഒരു മധുരം എനിക്ക് ഒരുപാട് അങ്ങോട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ബാക്കി ഞാൻ കുഞ്ഞിനും കൊടുത്തു.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബ്രെഡൊക്കെ കഴിച്ചു. ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ബ്രെഡ് ഇങ്ങനെ ചായയിൽ മുക്കി അങ്ങനെയൊക്കെ കഴിച്ചു. പിന്നെ പഴം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പഴവും പിന്നെ ബ്രെഡുമായിട്ട് ഇങ്ങനെ കഴിച്ചു. ഇവിടെ കുഞ്ഞനാണെങ്കിൽ പഴവും ബ്രെഡും കൂടെ ഇങ്ങനെ ചേർത്ത് കഴിക്കും കേട്ടോ. അപ്പം പറയും നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ നല്ല മധുരമാണ് എന്നൊക്കെ പറഞ്ഞാണ് ആൾ കഴിക്കുന്നത്. ഭയങ്കര അടിപൊളി കോമ്പിനേഷൻ ആണെന്നൊക്കെ. പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. എനിക്കിങ്ങനെ സെപ്പറേറ്റ് തന്നെ ആയിട്ട് കഴിക്കുന്നത്, എനിക്കിങ്ങനെ ചേർത്ത് കഴിക്കുന്നതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ എല്ലാം കൂടെ കുടിച്ചു. ഇനി രാത്രിയിൽ നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കുന്നതൊന്നുമില്ല. ഇതൊക്കെ തന്നെ ധാരാളമാണ്. കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയുമല്ലോ. ലൈറ്റായിട്ടൊക്കെ ആക്കി അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഇനി ചെയ്യാമെന്നൊരു പ്ലാൻ ഉണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഡയറ്റൊക്കെ തുടങ്ങിയാലും 1-2 മാസം അത്രയൊക്കെ തന്നെ. അത് കഴിയുമ്പോൾ കുഞ്ഞൻ പിന്നെയും പറയും എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അത് കണ്ടിന്യൂസ് ആയിട്ട് പിന്നീട് ഓരോന്ന് കഴിച്ചു പോവും. പിന്നീട് ഡയറ്റും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു ഇതിന് മുന്നേയും. ശരിക്കും പറഞ്ഞാൽ ഇത് കുഞ്ഞിന് ഇതിനേക്കാളും വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ഡയറ്റ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നമ്മളിങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കഴിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ മുന്തിരിങ്ങ എടുത്ത് കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിയുമ്പം അങ്ങനെ കുറച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പും മഞ്ഞപ്പൊടിക്കകത്തും കൂടെ ഇട്ട് വെക്കുക കേട്ടോ. അതാകുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഈ കെമിക്കൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഈ മരുന്നൊക്കെ അടിച്ചല്ലേ വരുന്നത്, ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾ ആയാലും എന്തായാലും. അപ്പം നമ്മൾ ഫ്രൂട്ട്സൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ കഴുകിയിട്ട് കുറച്ച് നേരം മഞ്ഞപ്പൊടിയിൽ ഉപ്പിലിട്ട് വെച്ചേക്കും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകും. അതിന് വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ പിന്നെ ഇതാ അവിടെ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞനത് കഴുകി. ആ ഒരു സമയം കൊണ്ട് ഞാൻ അവിടെ നിന്ന് തുടച്ച് വൃത്തിയാക്കി. നേരത്തെ മറ്റേ ഒരു ബ്രെഡിൻ്റെ അത് ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു പാലൊക്കെ അവിടെ വീണ് ആകെ കുളമാക്കിയായിരുന്നു ഈ കുഞ്ഞൻ. അപ്പോൾ ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ ഭയങ്കര സ്മെല്ലല്ലേ. പാല് വീണിട്ട് നമ്മൾ കുറച്ച് സമയം കഴിയുവാണെങ്കിൽ ആ ഭാഗത്ത് ഭയങ്കര സ്മെല്ലാണ്. നമ്മൾ കൈയോടെ തുളച്ചൊന്ന് നല്ല രീതിയിൽ വൃത്തിയാക്കണം. അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് ഇങ്ങനെ അടുക്കളയിൽ മൊത്തം നിൽക്കും. പിന്നെ എനിക്ക് ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് 1-2 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ചിലരെന്നെ വിളിച്ചിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ ആയിട്ടില്ല. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് പോയത്. അതും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം അവിടെ ചെന്ന് പിടിച്ചൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇനിയിപ്പോൾ ഒരു അടുത്ത തിങ്കളാഴ്ച എനിക്ക് പോകേണ്ടി വരും. അപ്പോൾ അന്നും കൂടെ ചിലപ്പം പോയാൽ മതിയെന്നാണ് ആ ഡോക്ടർ പറഞ്ഞത്. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഒരു ആഴ്ച എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത ആഴ്ച ഒന്നും കൂടെ ചെയ്ത് നോക്കിയിട്ട് ചിലപ്പോൾ അതുകൊണ്ട് നിർത്താമെന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങളുടെ അടുത്ത് ഞാൻ അവിടുത്തെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. എനിക്ക് മാറി കഴിയുവാണെങ്കിൽ എന്നിട്ട് പറഞ്ഞാൽ മതിയല്ലോ. കാരണം എനിക്കത് പൂർണ്ണമായിട്ട് മാറിയെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങളടുത്ത് ഞാനത് ഷെയർ ചെയ്യുന്നതായിരിക്കും. കാരണം എന്നെപ്പോലെ വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഡിസ്കിൻ്റെ പ്രശ്നം പറഞ്ഞപ്പോഴും ഒരുപാട് പേര് എന്നോട് പറഞ്ഞായിരുന്നു ഇതുകൊണ്ട് വേദനയാണ്, പ്രശ്നമാണ്, ഇതുവരെ മാറിയിട്ടില്ല എന്നൊക്കെ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. മറ്റുള്ളവർക്കും അതൊരു ഉപകാരമാവുമെങ്കിൽ അത്രയും സന്തോഷമാണല്ലോ. ഇത് തന്നെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പറഞ്ഞാണ് ഞാൻ പോയത് തന്നെ. അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മുന്തിരിങ്ങ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കഴിച്ചു. കുറച്ചുള്ള എടുത്തുകൊണ്ട് വന്നോളായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് പിന്നീട് അങ്ങനെയും കിടന്നു. പിന്നെ എനിക്ക് എക്സസൈസും കൂടെ ചെയ്യണമായിരുന്നു. അതും കൂടെ ചെയ്തിട്ട് പിന്നെ ഞാൻ കിടന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരിക്കും ടാറ്റാ ബൈ ബൈ, സീ യു.